ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡേ മോഡിന്റെ ഔട്ടർ എടുത്തു അല്ലേ, റണ്ടറിങ് ഔട്ടർ എടുത്തു അല്ലേ. ഇനി നമുക്ക് നൈറ്റ് മോഡ് എടുക്കാൻ. അപ്പൊ നൈറ്റ് മോഡ് എടുക്കാൻ നമുക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, കണ്ടോ ലൈറ്റ് അടക്കം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ലൈറ്റ് എങ്ങനെ വെച്ചെടുക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് സ്കെച്ചപ്പ് 3ds Max ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ പോയിട്ട് ലൈറ്റിന്റെ പോയിന്റ് കാണിച്ചു കൊടുക്കണേ. അപ്പൊ ആദ്യമേ ഫയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് പോയിന്റ് കാണിച്ചു കൊടുത്ത് കൊണ്ടുവരിക, അതായിരിക്കും ബെറ്റർ. കാരണം ഞാനിതിൽ ജസ്റ്റ് ലൈറ്റ് ഒന്നും ഇല്ലാതെ ഫസ്റ്റ് ക്ലാസ് കാണിച്ചത്. അപ്പോൾ ഏതായാലും ഫോർഗേറ്റ് ഇതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ലൈറ്റ് പോയിന്റ് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ ഇവിടെ പറഞ്ഞുതരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ട് ഇവിടെ കണ്ടോ ഫയൽസ് ക്ലിക്ക് ചെയ്താൽ മതി. ഏതിൽ വന്നിട്ട് ഇമ്പോർട്ടിൽ മോഡൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റീ ഇമ്പോർട്ട് അടിച്ചാൽ മതി. അപ്പൊ ഈ റീ ഇമ്പോർട്ട് അടിക്കാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ജസ്റ്റ് ആ റീ ഇമ്പോർട്ടിൽ ഒരു ക്ലിക്ക് അടിച്ചാൽ മതി, ഫയല് റീ ഇമ്പോർട്ട് ആയിട്ട് വരും. ഇനി ഇൻ കേസ് അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളെ ഫയലിനെ ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുക. ആ ഫയൽ പാത്ത് എവിടെയാണ് ഉള്ളത് ആ ഫയൽ പാത്തിന് എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. അപ്പൊ അതാണ് നമ്മൾ ഫയൽ പാത്ത് അതിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പൊ എന്തായി, ഫയൽ അവിടെ ഇമ്പോർട്ടായി. അപ്പൊ ഇമ്പോർട്ടായി വരട്ടെ. അപ്പൊ നമുക്ക് ആ ഫയൽ ഇവിടെ റീ ഇമ്പോർട്ട് ആയിട്ടുണ്ട് നോക്കിയേ. അപ്പൊ ലൈറ്റിംഗ് അവിടെ കൊടുത്ത സ്കെച്ചപ്പിൽ നമ്മൾ കണ്ടതുപോലെ ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ലൈവ് ആയിട്ട് എങ്ങനെ സ്കെച്ചപ്പിൽ അങ്ങോട്ട് വർക്ക് ചെയ്യാന്ന് ഇവിടെ നോക്കാം കേട്ടോ. ലൂമിയാണ്. അപ്പൊ അതിനായിട്ട് ഇവിടെ ലൂമിയുടെ ഐക്കൺ കണ്ട നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ട്, സ്റ്റാർട്ട് ലൈവ് എന്നുള്ളത് ലൂമിയുടെ ഐക്കൺ. അതിന്റെ അവിടെ പ്ലേ ബട്ടൺ ഉണ്ട്. ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോ എന്താവും, ലൂമിയോണ്ട് ഡയറക്റ്റ് നമ്മളെ സ്കെച്ചപ്പിന്റെ ഫയൽ ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കും. ഓൾറെഡി അവിടെ ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഫയൽ പാത്തും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് രണ്ടും പാടെ ഒന്ന് കണക്ട് ആവേണ്ട ഒരു സമയം ഉണ്ടാവേ, അത് ശ്രദ്ധിക്കുക. ഒന്ന് ലോഡ് ആവട്ടെ കേട്ടോ. ലോഡ് ആയി അത് കണക്ട് ആവും. ഇപ്പൊ നമുക്ക് സ്കെച്ചപ്പിൽ നോക്കുകയാണെങ്കിൽ സ്കെച്ചപ്പിൽ ലൈവ് അവിടെ പാസിംഗ് ആയിട്ടുണ്ട്. ഞാൻ ലൂമിയോണിൽ കണക്ട് ആയിട്ട് വരണം. അപ്പൊ അതിനായിട്ട് ലൂമിയോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുള്ളൂ. ലോഡിംഗ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, ഇപ്പൊ ലോഡിങ് കംപ്ലീറ്റ് ആയി, രണ്ടും എന്തായി കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ കണക്ട് ആയിക്കണോ ഇല്ലേ നമുക്കറിയാം. അതിനായിട്ട് നോക്കാം ഇവിടെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഇതിനെ ഓഫ്സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. കണ്ടോ, ഈ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മേലേക്ക് നോക്കി. ഓക്കെ, ഞാൻ ഇവിടെ ലൂമിയോണ്ട് നോക്കാന്നുണ്ടെങ്കിൽ ലൂമിയോണ്ട് വന്നിട്ടുള്ളല്ലേ നോക്കാം. ലോഡ് ആവട്ടെ. ഓക്കെ, നമുക്കിവിടെ ഫയൽ ലോഡായി വന്നിട്ടുണ്ട്. ലൈവ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സിസ്റ്റം കുറച്ച് അത്യാവശ്യം നല്ല കോൺഫിഗറേഷന്റെ സിസ്റ്റം ആയിരിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, ഇവിടെ അതുപോലെ ഞാൻ എന്താണോ അവിടെ ചെയ്തത് അത് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ സാധനത്തിന് താഴത്തേക്ക് തന്നെ പഴയ പോലെ തന്നെ ആക്കി. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് അടിച്ചാൽ മതി. അതുപോലെ പഴയ പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇവിടെ ലൂമിയോട് നോക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ, ഇവിടെ ലോഡിംഗ് ആവട്ടെ. പുറകുള്ള സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ലൈവ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെച്ചപ്പിൽ എന്ത് ചേഞ്ച് ചെയ്ത് അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ചേഞ്ച് ആയി വരും. മറ്റേ നമ്മൾ റീഇമ്പോർട്ട് ഇങ്ങനെ അടിച്ച് വരേണ്ടി വരും. അതിനാണ് നമ്മൾ ലൈവ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ലൈവ് വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വളരെ ലോലെസ് സ്പെക്ക് ഒക്കെ ആണെങ്കിൽ ലൈവ് വർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്ര കഴിഞ്ഞു നമ്മളത്. ലൈവ് എന്താ നോക്കി, റീമോട്ടിംഗ് എന്താ നോക്കി, എല്ലാം നോക്കി അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈറ്റിങ്ങിന്റെ ഓപ്ഷൻസ് ആണ്. അപ്പൊ അതിനായിട്ട് നമുക്കൊരു ഫ്രെയിം വേണം. നമ്മളിവിടെ ഫോട്ടോയില് ഫ്രെയിം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡേ മോഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മോഡൽ ഇതേ അടക്കും. അപ്പൊ അതിന് നമുക്ക് നല്ല എന്ത് ചെയ്യാ, സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തു. അതേ ഫ്രെയിം എന്ത് ചെയ്തു, ഇവിടെ പോയിട്ട് വീണ്ടും അടിച്ചു, സെയിം ഫ്രെയിം തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് എന്തുണ്ട്, ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. എന്ത് എഫക്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. റിയലിസ്റ്റിക് ഉണ്ട്, ഇന്റീരിയർ, അങ്ങനെ ഒരുപാടുണ്ട്. നൈറ്റ് മോഡ് നമുക്ക് ആവശ്യം, നൈറ്റ് ഇട്ട് കൊടുത്തപ്പോൾ. ഇപ്പൊ നൈറ്റ് ഇട്ട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ, ഒരു ബ്ലൂ ആയിട്ട് കയറുന്നു. ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് നൈറ്റ് മോഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. ബ്ലൂ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ എഫക്ട്സ് കാണുന്നുണ്ടോ, ഈ എഫക്ട്സ് കണ്ടില്ല, അതിന്റെ ഉള്ളിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട് ഓൾറെഡി അതിൽ അപ്ലൈഡ് ആണ്. എഫക്റ്റിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം. ഇനി അതല്ല, അപ്പൊ അതിനുള്ളിൽ ജസ്റ്റ് വെറുതെ ലൈറ്റ് പ്ലേസ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ബിൽഡിൽ പോയിട്ട് ചെയ്യണ കാര്യം ബിൽഡിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഏതാണോ മോഡൽ കൊടുത്തത്, വെതർ ഏതിലാണോ കിടക്കുന്നത് ആ ഒരു വെതറിലാണ് വരിക. നമുക്കൊരു പെട്ടെന്ന് എഡിറ്റ് ആണെങ്കിൽ ഈവനിങ് ടച്ചിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ലൈറ്റ് പോയിന്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യ ലൈറ്റുകൾ എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ ആവശ്യമുണ്ട്, ഇതിലുണ്ട്, ഇവിടെ. അപ്പൊ ഈ ലൈറ്റ് അവിടുന്ന് അടിച്ചു വരുന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ആ ലൈറ്റ് എവിടുന്നാണ് വരുന്നത് നമുക്ക് കാണണല്ലേ.
അതെന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ലൈറ്റ് അവിടെ കത്തുന്നുണ്ട്, എവിടുന്ന കത്തണമെന്ന് നമുക്ക് ഐഡിയ ഇട്ടുണ്ടാവില്ല. അതെന്താ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ലൈറ്റിന്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ സെലക്ട് ചെയ്തു, നേരെ സ്റ്റാൻഡേർഡിൽ വന്നു. സ്റ്റാൻഡേർഡില് നമുക്ക് ഇവിടെ കളർ ആക്കി കൊടുക്കാം. ഇപ്പൊ റിഫ്ലക്ഷന്, റിലീഫ്, ഗ്ലോസ്നെസ്, ഈ മൂന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ ചൂസ് കളറിൽ വന്നിട്ട് എന്ത് ചെയ്യാം, കളർ നമുക്ക് ഇപ്പൊ ആവശ്യമില്ല ഇട്ട് കൊടുക്കാം. ഒരു വാം കളറൊക്കെ ആണെങ്കിൽ നമുക്ക് വാം കളറിന്റെ ലെവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, വാം കളർ ടച്ച് ലെവലിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്കി കൊടുക്കാം. ഇപ്പൊ കളർ ഫുള്ള് കൂട്ടി കൊടുത്താലും മതി. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ MC എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 3ds Max സ്കെച്ചബുക്ക് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, അതിൽ MCന്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ MC കൊടുക്കാറില്ല, അതേ സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ MC നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം കൂട്ടി എത്രത്തോളം പ്രകാശം നിൽക്കും. അപ്പൊ അത് വളരെ ബോറായിരിക്കും നമുക്ക്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുക, കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു 10ന്റെ ഉള്ളിൽ നമുക്ക് 10-11ന്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഫെയിനിൽ റെൻഡർ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം ബോറാണോ അല്ലെങ്കിൽ കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്തു, സേവ് അടിച്ചു. അപ്പൊ അവിടെ ലൈറ്റ് എവിടുന്നാണ് ലൈറ്റ് എത്തുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുപോലെ തന്നെ ഈ സൈഡ് കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലൈറ്റ് കൊടുക്കാണ്ട്. അപ്പൊ ആ ലൈറ്റിലൊക്കെ നമുക്ക് കൊടുത്തു പോരാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലായിടത്തും ലൈറ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു കാര്യം, ഇവിടെ നമ്മൾ ഒരു ലൈറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ടാമത്തെ ഈ ലൈറ്റ് എടുക്കുക. അപ്പൊ ഈ ഒരു ലൈറ്റ് ഞാൻ ഇവിടെ കൊടുത്തു, ഇതന്നെ ഇവിടെയും കൊടുത്തു. ഞാൻ എല്ലായിടത്തും എന്ത് ചെയ്തു, സെയിം ആയിട്ട് ലൈറ്റ് കൊടുത്തു കേട്ടോ. ഈ 4 ലൈറ്റും വേറെയാണ്, ബാക്കിയുള്ളതൊക്കെ വേറെയാണ്. അങ്ങനെ ഡിഫറെന്റ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വേറെ ലൈറ്റും ഇവിടെ ഉള്ളത് വേറെ ലൈറ്റുമാണ്. അപ്പൊ എനിക്ക് ഈ ലൈറ്റ് മാറ്റണം. ഓക്കെ, ഈ ലൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ ഇവിടെ ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, സെലക്ട് അടിച്ചാൽ സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ്. അതിന് ശേഷം ഇവിടെ എന്തുണ്ട്, റീപ്ലേസ് സെലക്ഷൻ ഉണ്ട്. റീപ്ലേസ് അടിച്ചുവിടാം. അപ്പൊ എന്തായി, ഫസ്റ്റ് കൊടുത്താൽ ലൈറ്റ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ലൈറ്റ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ഏതാണോ നമ്മളൊരു തീം ഉദ്ദേശിക്കണേ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ടിക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെയാണ് ആ ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് കൊടുത്തു, IS ഫയൽ മാറ്റി കൊടുക്കാം. സെയിം ആണ് ലൈറ്റിന്റെ ഈ ഒന്നിൽ പറയുന്നത് എല്ലാത്തിനും വരുന്നത്. ലോഡ് IS ഫയൽ എടുത്ത് തന്നെ നമുക്ക് IS ഫയൽ എന്ത് ചെയ്യാം, ഇതിൽ കാണിച്ചു കൊടുക്കാം. IS ഫയൽ നമുക്ക് വേറെ ഇതിൽ നമ്മളെ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന്റെ ആംഗിൾ വേണമെങ്കിൽ കൂട്ടാം, കുറക്കാം. പിന്നെ ഷാഡോസ് നമ്മൾ ഹൈയിൽ ഇട്ട് കൊടുക്കുക. ബ്രൈറ്റ്നെസ് കൂട്ടാം, കുറക്കാം. അതായത് ഇവിടെ അതിന്റെ ഇതുണ്ട്, ഇത് വാം കളർ ആണോ, കൂൾ ആണോ, ന്യൂട്രൽ വൈറ്റ് ആണോ എന്നുള്ള ഇതുണ്ട് ഇവിടെ. നമുക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അതിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏതാണോ ഒരു തീം ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ കോഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണ് സെലക്ട് ചെയ്ത എല്ലാ ലൈറ്റും പാടെ, ഇത് വേറെ ടൈപ്പ് ലൈറ്റുകളാണ്. അപ്പൊ ഇതൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ലൈറ്റുകൾ അവിടെ കിടക്കുമ്പോൾ അതൊക്കെ എന്താവും, സെലക്ട് ആയിട്ട് വരും. ഇവിടെ കളർ മാറ്റി കൊടുക്കുക. എന്തായി, അവിടെ കളർ മാറി അല്ലേ. ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. ഷാഡോസ് ഹൈ ഇട്ട് കൊടുക്കും. അപ്പൊ എന്തായി, എല്ലായിടത്തും ലൈറ്റ് ആയി. നമ്മള് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു, നമ്മൾ എഫക്റ്റ് ഇട്ട് കൊടുത്ത ഒരു ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ നടക്കും. ഈ ഫ്രെയിമിൽ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ലൈറ്റ് നമുക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഒറ്റ വിഷയമേ ഉള്ളൂ, എന്താണ്, എല്ലാത്തിനും നല്ല ഓവർ ബ്രൈറ്റ്നെസ് ആണ്. ലൈറ്റ് നല്ല ഓവറായിട്ട് കത്തുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ കുറക്കാം, അതിനായിട്ട് സെലക്ട് ചെയ്തു, സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റ് ഒക്കെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ലൈറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റ് സെലക്ട് ചെയ്തു, സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് കൊടുത്തു, ബ്രൈറ്റ്നെസ് നമ്മൾ എന്ത് ചെയ്തു, ഒറ്റയടി കുറച്ചു. ഓക്കെ, അതാണ് ഈ സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം. ഒറ്റയടിക്കൊന്നും എന്ത് ചെയ്യാം, കുറച്ചു കൊടുക്കുക ലൈറ്റുകൾ. അടുത്ത ടൈപ്പ് ലൈറ്റ് സെലക്ട് ചെയ്തു, ബ്രൈറ്റ്നെസ് കംപ്ലീറ്റ് കൊടുത്തു. ഓക്കെ, നേരെ എന്ത് ചെയ്തു, ഫോട്ടോയിൽ വന്നു. ഫോട്ടോയിൽ നമ്മൾ നോക്കിയേക്കാം, നമ്മൾ ആഡ് ചെയ്ത എഫക്റ്റിൽ ലൈറ്റ് അധികമാണോ അല്ലെങ്കിൽ. അപ്പോൾ ഇതിൽ വീണ്ടും ലൈറ്റ് അധികമാണ്, അപ്പോൾ ഒന്നുകൂടി കമ്മിയാക്കണം. അതിനായിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നു, സെലക്ട് ചെയ്തു, സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് കൊടുത്തു, ബ്രൈറ്റ്നെസിന്റെ വാല്യൂ നല്ലപോലെ കുറച്ചു. അത് സെലക്ട് ചെയ്തു, സെലക്ട് ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് കൊടുത്തു, ഇവിടെയും കുറച്ചു. വീണ്ടും ഫോട്ടോയിൽ വന്നു, ജസ്റ്റ്. ഓക്കെ, ഇവിടെ ലൈറ്റുകൾ കത്തുന്നുണ്ട് കണ്ടോ. അപ്പൊ ലൈറ്റ് കത്തുന്ന പോലെ മാത്രമല്ല, ഇവിടെ കുറെ ലൈറ്റുകൾ അങ്ങനെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട് കണ്ടോ. ആ ഉള്ളിൽ കയറി പോയ ലൈറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പുറത്തേക്ക് ആക്കിക്കൊണ്ടണം. ഒന്നുമില്ല, ജസ്റ്റ് പിടിച്ച് നീക്കി വിട്ടാൽ മതി. ഓക്കെ, നമുക്ക് ലൈറ്റ് വാളും ഇങ്ങനെ കത്തി വരണം. അപ്പൊ അതിനായിട്ട് കുറച്ചുകൂടി പിടിച്ച് നീക്കി വിട്ടാൽ മതി. നമ്മൾ ലൈറ്റ് പോയിന്റ് കൊടുത്ത് മാറിപ്പോകണ്ട കേട്ടോ.
ഇനി ഫോട്ടോയിൽ പോകാൻ നോക്കി വെക്കുക. ലൈറ്റുകൾ മാറിയിട്ട് പോകും. ഓക്കെ, അവിടെ ലൈറ്റുകൾ വന്നു. ഒന്നുകൂടി ഇവിടെ രണ്ടെണ്ണം കൂടി നീക്കാണ്ട് അതും നീക്കി ഇവിടെ വന്നു. ഓക്കെ, ആ ലൈറ്റുകളൊക്കെ എന്ത് ചെയ്തു? നമ്മളെ വാളുന്ന ആണ് വല്ലാതെ മുട്ടിച്ചു വെക്കാതെ കുറച്ചുകൂടി നീക്കി വെച്ചു. കാരണം നമ്മളെ ലൈറ്റ് പ്രകാശിച്ച് വരുന്നത് ആ ഒരു ടൈപ്പ് ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് വാളിന്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. അതാണ് നമ്മൾ അവിടെ നിന്ന് മാറ്റി കൊടുത്തത്. ഓക്കെ, ഇതുപോലെ ഇവിടെ ലൈറ്റുകൾ നമ്മള് ഇവിടുത്തെ ലൈറ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. വേറെ ടൈപ്പ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ഡിലീറ്റ് ചെയ്യാം. വേറെ ഏത് ലൈറ്റ് ആണോ നമുക്ക് ചൂസ് ആയിട്ട് തോന്നുന്നത് ഇപ്പൊ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, സെലക്ട് ഐഡന്റിക്കൽ അടിച്ചു, മൂന്ന് സെലക്ട് ചെയ്തു. ഇതെല്ലാം റീപ്ലേസ് ചെയ്യണം, ബ്രൈറ്റ്നെസ് കുറക്കണം, അതൊക്കെ നമ്മുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. കൊടുത്തു, ഇവിടുന്ന് ലൈറ്റിന്റെ പോയിന്റ് മാറ്റി കൊടുത്തു, ഫോട്ടോയിലിട്ടു. പിന്നെ ഇത് ഇവിടെ നോക്കി. ഓക്കെ, ഇവിടെ ഓൾറെഡി ഇത് ലൂമിയയുടെ ഉള്ളിലുള്ള ഒരു ഇതാണ്. ഇപ്പൊ എക്സ്പോഷൻ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഒന്നുകൂടി ഔട്ട് നമുക്ക് വരും കണ്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇതിന്റെ സീലിങ്ങിന്റെ ഉള്ളിലൊന്നും ലൈറ്റ് നമുക്ക് കാണാൻ തന്നെ ഇല്ല. ഓക്കെ, ആ ലൈറ്റ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ സ്പിയർ ലൈറ്റ് ഉണ്ട്. സ്പിയർ ലൈറ്റ് എടുത്തിട്ട് ചെയ്തു ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തു. പിന്നെ അതിനെ ക്ലിക്ക് ചെയ്തു, മൂവ് വെർട്ടിക്കൽ എടുത്തിട്ട് എന്ത് ചെയ്തു? മേലൊക്കെ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചു. ഫാൾ ഓഫ് ഉണ്ട്, അത് കുറക്കണോ കൂടാ, ലൈറ്റിന്റെ പ്രകാശം ഏത് വരെ മതിയുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ആണെന്നെ ഇങ്ങനെ മേലൊക്കെ സീലിംഗ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? അത് കൂട്ടിയേക്കാം. ഇപ്പൊ എത്ര നമുക്ക് നീക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നീക്കി വെക്കാം. ഇങ്ങോട്ട് നീക്കി വെച്ചു, ഓൾട്ട് പിടിച്ചു, അടുത്തൊരു കോപ്പി എടുത്തു. ഫാലോക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. ഓക്കെ, അതൊക്കെ നമ്മുടെ ഈ ഒരു ഇതിനുള്ളിലെ തീം അനുസരിച്ചിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി കൊടുക്കാം. അപ്പൊ കളർ കോഡ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും സെയിം ആയിട്ടുള്ള ഒരു കളർ കോഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഈ ഒരു എഫക്റ്റിനുള്ളിൽ വരുമ്പോൾ നല്ല ലൈറ്റ് ആണ് കത്തുന്നത്. ആ ലൈറ്റിനെ നമുക്ക് കുറക്കണം. അപ്പൊ വെച്ച സ്പിയർ ലൈറ്റ് ആട്ടോ. ക്ലിക്ക് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തു, ലൈറ്റ് എന്ത് ചെയ്ത് കുറച്ചു. 880 കിട്ടുന്നു. ഓക്കെ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കാണാമെന്നില്ല. അപ്പോൾ ലൈറ്റിങ്ങിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് പഠിക്കുന്ന വേണം. 1, 2 ചെയ്ത് നമുക്ക് ശരിയായിരുന്നില്ല, നമ്മളത് ചെയ്ത് നോക്കാനാണ്. ഓക്കെ, അപ്പൊ ഏകദേശം സീലിംഗൊക്കെ ലൈറ്റ് കിട്ടി, നമുക്ക് ചെറിയ ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഫ്രണ്ടത്തെ ലൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഫോട്ടോയിൽ വന്നു, അടുത്തിട്ട് കൊടുക്കും. ഓക്കെ, എന്താ ഈ ലൈറ്റിങ്ങിന്റെ ഇത് കഴിഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ലൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഏത് ലൈറ്റ് ആണ്? ഏരിയ ലൈറ്റ് ആണ്. ഓക്കെ, ഏരിയ ലൈറ്റ് എടുത്തു, ജസ്റ്റ് എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു, റൊട്ടേഷൻ എടുത്തു, എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തു. വിഡ്ത്തോ കാരണം കൂട്ടണമെങ്കിൽ വിഡ്ത്തോ കാരണം നമുക്ക് കൂട്ടാം. മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടെ മൂവ് ചെയ്യാം. വെർട്ടിക്കൽ ഉണ്ടോ ഹൊറിസോണ്ടൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? അവിടെ സെറ്റ് ചെയ്തു. ഇവിടെ വന്നു കുറച്ചു ബ്രൈറ്റ്നസിന്റെ അടക്കം കുറച്ചു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ആയിരുന്നു അല്ലേ. സെയിം ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് കോപ്പി എടുക്കാം, റൊട്ടേഷൻ ടൂൾ എടുക്കാം, റൊട്ടേറ്റ് ചെയ്യാം. അത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. കറക്റ്റാക്കി പൊസിഷനിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കണേ. അപ്പൊ അതവിടെ ഓക്കെ. നേരെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ വന്ന് നോക്കി, അതിനുള്ള ലൈറ്റ് എത്തുന്നുണ്ട്. ഓക്കെ, എക്സ്പോഷർ കാരണം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ എന്തായി? ഏകദേശം ലൈറ്റിങ്ങിന്റെ പരിപാടി. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ അതെന്ത് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് പ്ലെയിൻ ലൈറ്റ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ വന്നു
ഇവിടെ ലൈൻ ലൈറ്റ് ആണ്, പ്ലെയിൻ അല്ല. സ്കെച്ചപ്പിലും ഇതിലൊക്കെ പ്ലെയിൻ ലൈറ്റ് എന്താ വരിക, ഇവിടെ ലൈൻ ആണ് അതിന്റെ പേര് വരുന്നത് കേട്ടോ. സെയിം ലൈറ്റ് തന്നെയാണ്, പക്ഷെ പേര് ലൈൻ എന്നാണ്. റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതിന്റെ വിടുത്ത കാര്യങ്ങൾ കൂട്ടി. നീക്കി വെച്ചുകൊണ്ട് അതിൽ കുറച്ച് വിടുത്ത് കൂട്ടാണ്ട് വിടുത്ത് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ട് പോവുക. അപ്പൊ ഏകദേശം സെന്റർ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. എഫക്റ്റ് മാറ്റി ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചു കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, മൂട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഏത് പിടിച്ചിട്ട് ഓൾട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഓക്കെ. ഒരിക്കലും നമ്മൾ ആ വർക്കിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോരുത് ലൈറ്റ്. അപ്പൊ ലൈറ്റ് കത്തില്ല, ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് മേലേക്ക് അപ്പ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു കോപ്പി എടുത്തു, വോൾട്ട് പിടിച്ചു. അടുത്തൊരു കോപ്പി എടുത്തു, റൊട്ടേഷൻ ടൂൾ കൊടുത്തു, റൊട്ടേറ്റ് ചെയ്തു. വിഡ്ത്ത് ഒന്ന് കമ്മിയാക്കി. അവിടെ വെച്ചു. നേരെ ഫോട്ടോയിൽ വന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തു, നോക്കി. അതിനെന്തായി, അതിന്റെ ടോപ്പിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പൊ അത്രയും പോർഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ആണെങ്കിൽ എക്സ്പോഷനെ കളർ കറക്ഷൻസിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കളർ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി ഔട്ട് വരും. അല്ല അതിന്റെ ഉള്ളിൽ ബ്രൈറ്റ്നസ് ഉണ്ട് കണ്ടോ. ഇപ്പൊ നോക്കി ഒന്നുകൂടി ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നു. ഒരു നൈറ്റ് മോഡ് ലെവലിലേക്ക് എത്തിയെങ്കിലും നല്ല നൈറ്റ് മോഡ് എത്തുന്നതിൽ ബ്രൈറ്റ്നസും കാര്യങ്ങൾ കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ എക്സ്റ്റീരിയർ ലൈറ്റിങ്ങിന്റെ ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ എഫക്റ്റ് ആണ് നോക്കിയത്. ഈ നെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണാം. എല്ലാവർക്കും അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.